السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. اللهم صل وسلم وبارك عليه. ബഹുമാന ഹാജറുകൾ നിറഞ്ഞ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജീവിതത്തിലെ സുന്ദരമായ ഏടുകളെ പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് 18 നാളും മുടങ്ങാതെ മുത്തുനബിയുടെ ജീവിതത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പാട്ടിയ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ തുടർന്നുള്ള കുറച്ച് ക്ലാസ്സുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളും അവിടുത്തെ സുന്ദരമായ ജീവിതവും അവിടുത്തെ പുന്നാരമാക്കപ്പെട്ട ഷറഫായ ആ ശരീരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ വർണ്ണനകളും നമുക്ക് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനു തന്നെ സമ്മാനിച്ചത് കാരുണ്യമായിട്ടാണ് എന്ന് പറയുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ, തങ്ങളെ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ പാഠമാണ്. ആ കാരുണ്യത്തെക്കുറിച്ചും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും കുറഞ്ഞ സമയം നമുക്ക് ഇന്ന് സംസാരിക്കാം. എല്ലാ ദിവസവും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, ആ ചരിത്രത്തിലെ സുന്ദരമായ നിമിഷങ്ങൾ പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ ആവശ്യമായ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അവിടുത്തെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുന്ദരമായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങിയ അന്നു മുതൽ ഇന്നലെ വരെയുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയും കാരുണ്യവും സ്നേഹവും വ്യക്തമാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത് തന്നെ നമുക്കെല്ലാം കാരുണ്യമായിട്ടാണ്. അല്ലാഹു തആല പറയുന്നത് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയെ,
തങ്ങളില്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ നാം സൃഷ്ടിക്കുക അതില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ നാം സൃഷ്ടിക്കുകയില്ലായിരുന്നു. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സർവ ഇഷ്ടജനങ്ങളാണെങ്കിലും എല്ലാവരും സൃഷ്ടിക്കപ്പെടാൻ, ഇവിടെ ഉണ്ടാകാൻ, നമ്മളേറെ ആഗ്രഹത്തോടു കൂടെ വാങ്ങിയ ഗാഡിയാവട്ടെ, നമ്മളുണ്ടാക്കിയ അകമാവട്ടെ, നമ്മളുമായി ബന്ധപ്പെട്ട ഏതു കാര്യങ്ങളാവട്ടെ, എല്ലാം ഇവിടെ ഉണ്ടാകാനും നമുക്കത് ലഭിക്കാനും കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്. അതേസമയം ആ മുത്തുനബി നമുക്കെല്ലാം ഉള്ള കാരുണ്യത്തിന്റെ കേദാരമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞതും, അവിടുന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും, അവിടുന്ന് ഏറ്റവും കൂടുതൽ പരിഗണിച്ചതും നമ്മളെയാണ്, ഉമ്മത്തിനെയാണ്. ആ സ്നേഹം പലപ്പോഴും നമുക്ക് നിഴലിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് ഭാവിയിൽ വരുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറയുന്ന ബാബുകളുണ്ട്. ആ ബാബിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറയാണ്, എന്റെ ഉമ്മത്ത് അവർ ശിർക്കിലേക്ക് പോകുന്നതോ, അതല്ലെങ്കിൽ ആ രീതിയിൽ വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് പോകുന്നതോ ഒന്നുമല്ല ഞാൻ കൂടുതൽ ഭയക്കുന്നത്. മറിച്ച് ഞാൻ എന്റെ ഉമ്മത്തിൽ ഭയക്കുന്നത് അവര് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതാണ്. സഹറത്ത് ദുനിയാവിന്റെ അബണ്ടൻസ്, ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവരതിന്റെ പിന്നാലെ പോയി പോകും. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തെക്കുറിച്ച് വേറൊരു തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ കയറൂരിയുള്ള സഞ്ചാരവും എല്ലാം പറയാനുണ്ട്. അത് വേറൊരു ദിവസം പറയാം. അതേസമയം ഹബീബായ തങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനോട് സമാനമായ ഏതു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഉമ്മത്തിൽ ഭവിക്കുന്ന ഫിത്നകൾ, ആ ഫിത്നകൾ കാരണം പ്രയാസപ്പെടേണ്ടി വരിക ഉമ്മത്തിലെ ഓരോരുത്തരുമാണ്. അവർക്ക് ആ പ്രയാസം ഇല്ലാതിരിക്കാൻ സത്യത്തെ പറഞ്ഞു കൊടുക്കുകയാണ്, ധർമ്മത്തെ കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്, അസത്യത്തെ വിഭാടനം ചെയ്യാൻ അവിടുന്ന് പഠിപ്പാട്ടാണ്. ആ രീതിയിൽ കൃത്യമായും വ്യക്തമായും വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കൽ തന്നെ അവിടുത്തെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ക്ലാസ്സിനിടയ്ക്ക് പലപ്പോഴും പറഞ്ഞ വിഷയമാണ്. നമ്മുടെ ക്ലാസിന്റെ പേരെന്നെ മഹബ ടോക്ക് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആവർത്തിച്ചാവർത്തിച്ചു പറയേണ്ട വിഷയം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ അളവുകോല്. അയാള് വലിയ പാട്ടുപാടി നടക്കുന്ന ആളാണ്, അയാൾ കുറെ ബൈത്ത് പാടി നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ കുറെ ക്ലാസ് ആക്കി നടക്കുന്ന ഒരാളാണ് എന്നതിലല്ല. അതിനപ്പുറം അയാളിൽ മുത്തുനബിയുടെ സുന്നത്തുകൾ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് ആ ഹബീബായ മുത്തുനബിയോടുള്ള അനുധാവനം, ആ മുത്തുനബിയോടുള്ള മഹബത്ത് നാം തിരിച്ചറിയേണ്ടത്. അതല്ലാതെ വേറെ വഴിയില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുള്ള മഹബത്തിനെ കൃത്യമായി ഈമാനിന്റെ മാനദണ്ഡമായി നമ്മെ പഠിപ്പിച്ചു. എന്തേ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈമാനില്ലാണ്ട് ഒരാൾക്കും രക്ഷ സാധ്യമല്ല. ഈ ലോകത്ത് സാധിക്കാം, അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് നമുക്കൊക്കെ കഴിഞ്ഞു പോകാം. പക്ഷേ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അന്തിമ വിജയം അത് വിശ്വസിച്ചവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവിടെ പല വാക്കുകളും പറഞ്ഞ് പല അകമ്പൊരുളിന്റെ വർത്തമാനവും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്.
സ്വഹാബത്തിനെ കുറിച്ചും ഇമാമിങ്ങളെ കുറിച്ചും അവര് കെട്ടിച്ചമച്ചുണ്ടാക്കിയ, അവര് സ്വയഷ്ടപ്രകാരം എഴുതിയുണ്ടാക്കിയ വാക്കുകളാണ് വിശുദ്ധമായ ഹദീസുകളെന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആലം അവരെന്ത് വിചാരിച്ചിട്ടാണ്, എന്ത് കണ്ടിട്ടാണ് ഈ തുള്ളുന്നത് പറയുന്നത് എന്നറിയില്ല. ഏതായാലും മഹാന്മാരായ സ്വഹാബത്ത്, മഹാന്മാരായ അഇമ്മത്ത്, അവരെല്ലാം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. ആ സ്വഹാബത്ത് അറിഞ്ഞതിനെയാണ് മഹാന്മാരായ അഇമ്മത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പറഞ്ഞു തന്ന പാഠങ്ങളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത്. ആ ജീവിതം കരുണയാണ്, കാരുണ്യമാണ്, സർവ വസ്തുക്കളോടും സ്നേഹമാ. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് വിശ്വാസത്തിന്റെ വിശുദ്ധമായ പ്രമേയവുമായിട്ട് മക്കയിൽ വന്ന സമയം ആ വിശുദ്ധ വാക്യങ്ങൾ, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു കൊടുക്കുമ്പോ അതിനെതിരെ തിരിഞ്ഞ ഖുറൈശികളില്ലേ, മുശ്രിക്കീങ്ങളില്ലേ, അവിശ്വാസികളായ ആളുകളില്ലേ, അവര് വരുമ്പോ അവരോട് വിശ്വാസത്തിന്റെ വിഷയം പറയുമ്പോ അവർ ഹബീബായ തങ്ങളെ കള്ളനെന്ന് വിളിച്ചവരില്ലേ, ഭ്രാന്തനെന്ന് വിളിച്ചവരില്ലേ, പല പേരും പറഞ്ഞ് പ്രയാസപ്പെടുത്തിയില്ലേ. എന്തു ചെയ്താലും, ഏതേതെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് അതാ എല്ലാം സഹിക്കുകയാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഹബീബായ തങ്ങൾ ത്വായിഫിലേക്ക് ചെന്ന സമയം ആ ത്വായിഫിലെ ആളുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയാണ്. കല്ലെറിഞ്ഞുകൊണ്ടോ സുബ്ഹാന റബ്ബി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തമുറ്റി വീഴുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഹബീബായ തങ്ങളോട് കേൾക്കുന്നുണ്ട്, നബിയേ, അങ്ങൊന്ന് സമ്മതമരുളിയാൽ ഈ ഗുഡ്ഡകൾക്കിടയിൽ വെച്ച്, ഈ മലകൾക്കിടയിൽ വെച്ച് ഈ നാട്ടുകാരെ ഞങ്ങൾ നശിപ്പിക്കുന്നതാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താ? വേണ്ട വേണ്ട, ഒരാളെങ്കിലും ഹിദായത്തിന്റെ, സത്യത്തിന്റെ, സന്മാർഗത്തിന്റെ വഴിയിലേക്ക് വന്നാൽ അതല്ലേ ഏറ്റവും ഖൈറ്. ഹബീബായ തങ്ങൾ പഠിപ്പാട്ടാണ്, നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നശീകരണമല്ല, മറിച്ച് കാരുണ്യമാ. ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെ കാണിച്ചു തരുന്നത് ഈ രീതിയിൽ എത്രയോ സംഭവങ്ങൾ കാണാൻ സാധ്യമല്ലേ? മക്കം ഫതഹിന്റെ അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ള വിഷയമാണ്. ഹബീബായ മുത്തുനബിയും ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തും വിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന ആ മക്കയിലേക്ക് കടന്നു വന്നപ്പോ തങ്ങളെ ഇപ്പോൾ കൊല്ലുമെന്ന് വിചാരിച്ച ആൾമാരുണ്ടായിരുന്നില്ലേ? അബൂ സുഫിയാനടക്കം മരണം മുന്നിൽ കണ്ടുവന്ന് ഉറപ്പിച്ചവരില്ലേ? പക്ഷേ ഹബീബായ തങ്ങളുടെ അവിടുത്തെ പ്രഖ്യാപനമെന്താ? ആരും പേടിക്കണ്ട, നിർഭയത്വമാ. അബൂ സുഫിയാനിന്റെ വീട്ടിലുള്ളവർക്കും യാതൊരു പേടിയും വേണ്ട. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എല്ലാവർക്കും മുന്നിലും കാരുണ്യത്തിന്റെ പ്രതീകമായി മാറുകയാണ്.
അവിടുത്തെ സ്നേഹമോ നമ്മളോട് എത്രയാ സ്നേഹം വെച്ചത്. നമ്മളൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചെയ്ത പ്രാർത്ഥന എത്രയാ, ദുആകൾ എത്രയാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ളുഹ, ആ ളുഹ സൂറത്ത് ഇങ്ങനെ ഓതി വരുമ്പോ നമുക്കിങ്ങനെ കാണാം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. നബിയെ, പിന്നീട് നാം നിങ്ങൾ തൃപ്തിപ്പെടുന്ന അത്ര നമ്മൾ കൊടുക്കും. എന്തു വേണോ അത് നമ്മൾ നൽകുന്നതാണ്. അല്ലാഹു ഈ ആയത്ത് ഇറക്കിയപ്പോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. എങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടാവലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ജലാലയിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്ന വിഷയാണ്. ഏതായാലും ആ രീതിയിൽ നമ്മളോടുള്ള സ്നേഹം എത്രയാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നാളെ നമ്മളെ ഹൗളിന്റെ അടുക്കൽ കാത്തു നിൽക്കുമ്പോ നമുക്ക് അവിടെ എത്തണ്ടേ. ഹബീബായ തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ. ആ സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹിച്ചതുപോലെ ഒരു ഉമ്മയും ഒരു ബാപ്പയും ഒരു കുട്ടിയെയും സ്നേഹിച്ചിട്ടില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. നമ്മളിങ്ങനെ മങ്കൂസ് മൗലിദിൽ ചൊല്ലാറുണ്ട്, അൻത ഉമ്മുൻ അം ആബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ചെറുതിലിങ്ങനെ മലയാളത്തിൽ പാടാറുണ്ടായി, തങ്ങള് ഞങ്ങളെ മാതാവോ അതിനാൽ പ്രിയരാം പീതാവോ കണ്ടില്ല അവരിരുപേരിലും തങ്ങളെ സ്നേഹം തിരുനബിയേ. ഉമ്മയില് ബാപ്പയില് തങ്ങളെ അങ്ങേത്തോളം സ്നേഹം ഞങ്ങൾ കണ്ടിട്ടില്ല. ബാപ്പ കെട്ടിയ ഔത്തില് താമസിക്കുമ്പോ ബാപ്പ പറഞ്ഞ പളക കേൾക്കാണ്ട് നമ്മളൊരു വിഷയ ആക്കിയാൽ ആ വിഷയത്തിന്റെ പേരില് ബാപ്പ എത്ര ജോലിയിലാണ് നമ്മളോട് മുണ്ട. എന്തെല്ലാം പറയും, നാം കെട്ടിയ ഔത്തിലേക്ക് നിങ്ങൾ വരണ്ട എന്ന രീതിയിൽ പല വിഷയങ്ങളും പറയാറില്ലേ. അതല്ലെങ്കിൽ ഉമ്മാക്കും ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴേക്കും പല രീതിയിലും ഉമ്മയും പറയാറില്ലേ. ഇത് ദുനിയാവിലെ അവസ്ഥയാണെങ്കിലും നാളെ ആഖിറത്തിലോ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് അവരവരവരവരുടെ വിഷയങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാണ്ട് സ്വന്തത്തിന്റെ വിഷയങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോ എല്ലാവർക്കും വേണ്ടി ശുപാർശക്ക് വരുന്നതും ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്നതാരാ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ സ്നേഹം നമുക്കുള്ള രക്ഷയാ. ഹബീബായ തങ്ങൾ നമ്മെ പരിഗണിച്ചിട്ടുണ്ട്, നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം നാം തിരിച്ചു നൽകണം. അത് നൽകാണ്ടിരിക്കുമ്പോഴാണ്, അത് പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഭാഗ്യമില്ലാത്ത ആൾമാരായിട്ട് നമ്മൾ മാറുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ സ്വഹാബത്ത് എത്രയാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചത്.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വിഷയം പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയ അതിനിക്ക് അവര് വേറെ തെളിവ് നോക്കിപ്പോയില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ഹബീബായ തങ്ങൾ വന്നപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിഷയങ്ങളെ വകെ അതാ ചില ആൾമാർ വന്നുകൊണ്ട് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരും ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദഖതു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് തെളിവുകൾ നോക്കിപ്പോയില്ല. വേറെയുള്ള യാതൊരു വിഷയത്തിലും അവിടുന്ന് നിന്നില്ല. ഹബീബായ തങ്ങൾ സ്വർഗത്തെയും നരകത്തെയും ഒക്കെ പറയുമ്പോ അവിടുന്ന് മുന്നിൽ കണ്ടതുപോലെയാ പറയുന്നത്. സ്വഹാബത്തിനിക്ക് അവര് നേരിൽ കാണുന്നതിനേക്കാൾ ഹബീബായ തങ്ങളുടെ ആ വാക്കുകൾ തന്നെ ധാരാളമാ. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഹബീബായ തങ്ങൾ ഇങ്ങനെ നരകത്തെ വകെ പറയുമ്പോ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടാറുണ്ട്, പടപടെ ഇടിക്കാറുണ്ട്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ വല്ലാണ്ട് ഞങ്ങൾ സന്തോഷിക്കാറുണ്ട്. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെ അവര് പരിഗണിച്ചിരുന്നു. അതാണ് പ്രകടമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ കൂടെ സഹധർമ്മിണിയായി ഏറെക്കാലം ജീവിക്കുകയും ചെയ്ത മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾ മംഗലാക്കുന്ന 40-ാമത്തെ വയസ്സിലാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ആ 40-ാമത്തെ വയസ്സിൽ മംഗലാക്കിയിട്ട് 6 മക്കളെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നൽകുകയാണ്. ആ നൽകിയ 6 മക്കളിൽ ആൺമക്കള് മൗത്തായപ്പോ ആൾമാരെല്ലാം പല രീതിയിൽ മുത്തുനബിയെ ബേജാറാക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ മകൻ മരിച്ച ആ ബേജാറിലും അതോടൊപ്പം തന്നെ 2 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പേ മരിച്ചതാണ്. അവിടുത്തെ സ്ഥനത്തില് പാലുണ്ട്, അതിന്റെ ബേജാറ്, എടങ്ങാറ്, പ്രയാസം വേറെയുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ട് ബീവി ഇങ്ങനെ കരയുമ്പോ ഹബീബായ തങ്ങള് പറയുന്നുണ്ട്, യാ ഖദീജ ബേജാറാവണ്ട, നമ്മുടെ കിടാവിനും സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ അവര് മുലയൂട്ടുന്നുണ്ടേ എന്ന് ഹബീബായ തങ്ങൾ പറയുകയും ഖദീജ ബീവിയോട് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണണോ? ഖദീജ ബീവിന്റെ മറുപടി, വേണ്ട നബിയേ, അങ്ങ് പറഞ്ഞത് തന്നെ മതി, കാണണമെന്ന് ഒരാവശ്യവും ഇല്ല. നോക്കൂ, ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു വഖ്ത് പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. പിന്നെയോ നോമ്പുണ്ടാ, ആ രീതിയിൽ നോമ്പും ശറആക്കപ്പെട്ട സമയമായിട്ടില്ല. ആ രീതിയിലുള്ള അഅ്മാലുകളൊന്നുമില്ലെങ്കിലും ഖദീജ ബീവിയുടെ വിശ്വാസം, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള പരിഗണന, അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശറഫാക്കപ്പെട്ടവരും ബഹുമാനപ്പെട്ട ഖദീജ ബീവിയാ. അതിനപ്പുറത്തേക്ക് ഒരാളുമില്ല. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളെ പരിഗണിച്ചപ്പോ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം കൊണ്ട് വിജയിച്ചവരാ. നമുക്കും വിജയിക്കണ്ടേ? അവിടുത്തെ ജീവിതം നമുക്ക് പഠിക്കണ്ടേ? അവിടുത്തെ കാരുണ്യം അറിയണ്ടേ?
പല രീതിയിലും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും പേരിൽ വ്യത്യസ്തമായിരിക്കുന്ന മാറ്റി നിർത്തലുകളുള്ള ഈ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കുള്ള പാഠമാ. ബഹുമാനപ്പെട്ട ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു അബസീനിയക്കാരനാണ്, നീഗ്രോ വംശജനാണ്, കറുകറുത്ത മനുഷ്യനാ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയോ അദ്ദേഹം പേർഷ്യക്കാരനാ, നല്ല വെളുത്ത മനുഷ്യനാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരെയും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടുന്ന് ലോകത്തോട് പഠിപ്പിക്കുന്നത് സാഹോദര്യത്തിന്റെ പാഠങ്ങളാണ്, സമത്വത്തിന്റെ പാഠങ്ങളാണ്, സ്നേഹത്തിന്റെ കൈമാറ്റമാണ്. അതേ സമയം അവിടുന്ന് കൃത്യമായി പഠിപ്പാട്ടുന്നുണ്ട്. നിറത്തിന്റെ വിഷയത്തിലല്ല, അതല്ലെങ്കിൽ തടിയുടെ രൂപം നോക്കിയിട്ടല്ല, ഇട്ട വസ്ത്രം നോക്കിയിട്ടല്ല. അതിനപ്പുറം അല്ലാഹു പരിഗണിക്കുന്നത് നമ്മിലുള്ള ഈമാൻ, നമ്മിലുള്ള തഖ്വ, അതിന്റെ കണക്കിലാ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹമാ, എന്തൊരു കാരുണ്യമാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വേടൻ പിടികൂടിയ മാൻപേടയെ കാണുന്നത്. ഹബീബായ മുത്തുനബിയോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്, ബേജാറുമുണ്ടുന്നുണ്ട് നബിയേ, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം, ആ ഭക്ഷണം ശേഖരിക്കുന്നതിന്റെ ഇടയിലാ ഈ വേടൻ എന്നെ പിടികൂടിയത്. എനിക്കെന്റെ മക്കൾക്ക് ഒന്ന് ഭക്ഷണം നൽകി വരണം എന്ന് ആവലാതി പറഞ്ഞപ്പോ ആ മാൻപേടക്ക് വേണ്ടിയിട്ട് ജാമ്യം തന്ന നബിയാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം കാലി മനുഷ്യരോടോ അതല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തോടോ മാത്രമായിരുന്നില്ല. വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ, ചേതന അചേതന കുബേര കുചേല സർവ മനുഷ്യരോടും അവിടുന്ന് കാരുണ്യമാ. അതല്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് കൃത്യമായി പഠിപ്പാട്ടിയതല്ലേ. നിങ്ങൾ ഒട്ടകത്തിന്റെ പാല് കറക്കുമ്പോ അതിന്റെ പാലുള്ള ആ ജാഗ, ആ അകിട്, അവിടെയതാ നിങ്ങളുടെ ഉഗർ നഖം തട്ടിയിട്ട് അതിന് മുറിവാകുന്നതിന് സൂക്ഷിക്കണമെന്ന് പഠിപ്പാട്ടിയ ഹബീബായ മുത്തുനബിയാ കാരുണ്യത്തിന്റെ കേദാരമാ. കഴിഞ്ഞില്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്നതാ ഒരു നാളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ഷ്വാളും ആ ഷ്വാളങ്ങ് ബാക്കിലേക്ക് വലിക്കുക. ഹബീബായ തങ്ങൾക്ക് നൊമ്പലായി. കാരണം എന്താ? കുറച്ച് ഗട്ടിയുള്ള പുതപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അതിങ്ങനെ പെട്ടെന്ന് വലിക്കുമ്പോ ചെറിയൊരു നൊമ്പലും വരും, ചെറുതായിട്ട് സ്കിന്നിന് ചെറിയ ഒരു ചൂട് വരും. ഹബീബായ തങ്ങളോ തിരിഞ്ഞു നോക്കുമ്പോ ഒരു അഅറാബിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ കേൾക്കുന്നത് ഹബീബായ തങ്ങളോട്, ആ ഷാളെനിക്ക് തരുമോ? ഹബീബായ തങ്ങൾ അരിസത്തിൽ മുണ്ടിയില്ല, മുഖം അതാ കളർ ചേഞ്ചാക്കിയില്ല, അയാളെ അടിച്ചവിടെ ഇട്ടില്ല, മറിച്ച് ആ ഷാള് കൊടുക്കുകയാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉപമയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നാം പുൽകേണ്ടത്. ഇന്ന് പല രീതിയിൽ നമ്മൾ മാറി സഞ്ചരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും ബേജാറുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ല, ഞാനടക്കം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്.
ഹബീബായ മുത്തുനബിയുടെ പാഠങ്ങളെ മാറ്റിവെച്ച് വിശുദ്ധമായിരിക്കുന്ന സാരോപദേശങ്ങളെ അതിനെ ഒഴിവാക്കിയിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ പാഠങ്ങളെ പരിഗണിക്കാണ്ട് ജീവിക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറുന്നുണ്ടോ? ഉണ്ട്. നല്ല സിസ്റ്റോടുകൂടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവരെ കൊണ്ടാണ് ഈ ദുനിയാവിൽ വലിയ വലിയ പരീക്ഷണം നൽകാതെ നമ്മെ കാത്തുരക്ഷിക്കുന്നത്. അതേസമയം നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും പല പേരിലും കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മംഗലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതല്ലാത്ത വിഷയങ്ങൾ എന്തെല്ലാ വിഷയങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അവരവരുടെ ഫാമിലി കൂടിയിട്ട് അവരവർ സന്തോളത്തോടുകൂടെ പളക്ക പറഞ്ഞിരിക്കുന്നതിനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിഷയങ്ങൾ മുണ്ടുന്നതിനെയോ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനെയോ ആ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഹബീബായ മുത്തുനബിയുടെ മദ്ഹുകൾ പാടുന്നതിനെയോ ബുർദ ബൈത്ത് ചൊല്ലുന്നതിനെയോ ഒന്നും ഒരിക്കലും എതിർക്കുന്നില്ല. എല്ലാം വേണം, അതെല്ലാം ബറക്കത്തുള്ളതാണ്. അതേസമയം അന്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് കാണാൻ പാടില്ലാത്തവർ അങ്ങനെ ഉണ്ട്. കാണാൻ പറ്റുന്നവർ, പറ്റാത്തവർ ഇസ്ലാം പഠിപ്പാട്ടിയതാണ്. അത് ആ രീതിയിൽ പരിഗണിക്കേണ്ടതിനെ ഒരു വിലയും കൊടുക്കാണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പളക പറഞ്ഞ് ഡാൻസാക്കി കൂത്താടി നടക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിം ഉമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ പറയണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠം, ആ പാഠങ്ങളെ പുൽകാണ്ട് ജീവിക്കാണ്. അപ്പൊ പിന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നും പ്രകൃതിക്ഷോഭങ്ങളായിട്ട് മറ്റൊക്കെ കണ്ടുവരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങളാണ്. അതിൽ ക്ഷമിക്കേണ്ടതുണ്ട്, അതിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. ആ പാരത്രികമായ വിജയത്തിലേക്ക് അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളായിട്ട് ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം. അതില്ലാണ്ട് വരുമ്പോഴാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പാട്ടിയതുപോലെ ഒരു കാലഘട്ടം വരാനുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, എന്റെ ഉമ്മത്തിനിക്കൊരു കാലഘട്ടം വരാനുണ്ട്. ലാ യബ്ഖൽ ഇസ്ലാമു ലാ യബ്ഖൽ മുസ്ലിമു ഇല്ല ഇസ്മുഹു. മുസ്ലിം കാലി പേരിൽ മാത്രമായിരിക്കും. പേരെന്താ? വലിയ പേരൊക്കെയാണ്, നല്ല പേരാണ്, നല്ല അർത്ഥമുള്ള പേരാണ്, ഹബീബായ തങ്ങളെ പേരാണ്, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പേരാണ്, അള്ളാന്റെ പേരുമായിട്ട് കൂട്ടി അബ്ദൊക്കെ കൂട്ടി നല്ല പേരാണ്. പക്ഷേ ചെയ്ത്തുകളോ അബൂജഹലിനപ്പുറാണ്. വല്ലാണ്ട് കഷ്ടമുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൃത്യമായിട്ട് പഠിപ്പാട്ടിയ കാര്യമാണ്, നിങ്ങളൊരു കാരണവശാലും ദുനിയാവിന്റെ രസങ്ങൾ, സുഖങ്ങൾക്ക് പിന്നാലെ ഓവറായിട്ട് പോവരുത്. ദുനിയാവ് വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ലേ, ദുനിയാവിലെ ഹസനത്ത് വേണം, നല്ല അക വേണം, നല്ല ഗാഡി വേണം, നല്ല ഫോൺ വേണം, നല്ല ജീവിക്കുക ആവശ്യമായിരിക്കുന്ന മഈഷത്തിന്റെ മാർഗത്തിലേക്ക് വേണ്ട നല്ല സാലറിയുള്ള ജോബും വേണം. എല്ലാം അനിവാര്യമായതെല്ലാം വേണം. പക്ഷേ അത് അല്ലാഹ് എന്ന് പറയുന്ന ചിന്തകൾക്കപ്പുറമോ ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയ പാഠങ്ങൾക്കപ്പുറമോ ആകാൻ പാടില്ല. സ്വഹാബത്തിൽ ധനികരുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിന്റെ പിൻകാലത്ത് വലിയ ബേക്കറിയുടെ, വലിയ റൊട്ടിയെല്ലാം ഉണ്ടാക്കുന്ന വലിയ ബേക്കറിയുടെ ഓണറായിട്ടുണ്ട്, വലിയ പൈസയുള്ള ആളായിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ദുആ ആണ്. അതൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊന്നും അവിടെ കൽബിലേക്ക് കടന്നിട്ടില്ല. ഏത് വിഷയാണെങ്കിലും ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ
നാം ദുനിയാവിന്റെ അടിമകളായിട്ട് മാറും. ദുനിയാവ് നമ്മെ ഇങ്ങോട്ട് സേവിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൽ കൃത്യമായ വിശ്വാസവും ഹബീബായ തങ്ങളിൽ മഹബത്തും ഉണ്ടോ, ജീവിതം മുന്നോട്ട് സന്തോഷത്തോടുകൂടെ പോകും. അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. പറഞ്ഞു വന്ന വിഷയം അവസാനിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങളോടും കരുണ, സ്നേഹം ലോകത്ത് മറ്റൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ആ സ്നേഹവും കരുണയും മനസ്സിലാക്കി അറിഞ്ഞു ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന നല്ലവരെ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമുള്ള നല്ല ആൾമാരിൽ അള്ളാഹു നമ്മളെല്ലാം ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പെടക്കായ വേണ്ടാത്ത, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത, ഹബീബായ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെല്ലാം ദൂരത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.